ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫിസിക്സിലെ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കൊരു മോഡൽ ചോദ്യം നോക്കാം. സമഗ്രയുടെ ചോദ്യമാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ തന്നെ പ്രിപ്പയർ ചെയ്തൊരു മോഡൽ ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചോദ്യം ഉത്തരവും കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഏത് ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ആ ടോപ്പിക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഉറപ്പായിട്ടും പഠിച്ചിട്ട് വേണം പോകാൻ. അതായത് ഇവിടെ ചോദിച്ച മേഖല അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യം നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനും സാധ്യത വളരെയധികം കൂടുതലാണ്. മാത്രമല്ല നമ്മൾ പഠിച്ചതിൽ എവിടെയൊക്കെ മിസ്സായിട്ടുണ്ട്, ഏതൊക്കെ ഭാഗമാണ് നമ്മൾ നന്നായിട്ട് പഠിക്കാത്തതെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 4 ചോദ്യങ്ങൾ ഓരോ മാർക്കാണ്. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു തന്നെ പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ജി ഈസ് ഹയസ്റ്റ് ഓൺ ദ എർത്ത് ഡാഷ്. ഓക്കെ, അതായത് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ജി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ജിയോയിഡ് ഷേപ്പാണ്. ആ ജിയോയിഡ് ഷേപ്പുള്ള ഭൂമിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടുന്നത് എവിടെയാണ്, അത് നമ്മുടെ പോളാർ റീജിയണിലാണ് അല്ലേ. കാരണം എന്താണ്, ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ദൂരം കൂടുതലാണ്, പോളിൻ്റെ ഭാഗത്ത് ദൂരം കുറവാണ്. അതുകൊണ്ട് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻ ദ പോളാർ റീജിയൻ ആണ്. ഓക്കെ, പോൾസിൻ്റെ ഭാഗത്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ. 2, വെൻ ക്യാൻ വി സേ ദാറ്റ് വർക്ക് ഈസ് ഡൺ ബൈ എ ഫോഴ്സ്. ഒരു ഫോഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ആ ദിശയിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കവിടെ വർക്ക് നടന്നു എന്ന് പറയാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് വെച്ചാൽ ഏതായിരിക്കും, ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് അല്ല. അടുത്ത് വെൻ ദ ഒബ്ജക്റ്റ് ഡസ് നോട്ട് മൂവ് ഡിസ്പൈറ്റ് ദ യൂസ് ഓഫ് ഫോഴ്സ് അല്ല. വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നൺ ഓഫ് ദീസും അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പോകാവും. മൂന്നാമത്തെ ചോദ്യം, എ 10 ന്യൂട്ടൺ വെയിറ്റ് ഈസ് ഹങ് ഓൺ എ സ്പ്രിംഗ് ബാലൻസ് ആൻഡ് ദ വെയിറ്റ് ഈസ് ലോവേർഡ് ഇൻ ടു ദ വാട്ടർ. നൗ ദ റീഡിംഗ് ഷോയിങ് ദ ബാലൻസ് വുഡ് ബി. അതായത് 10 ന്യൂട്ടൺ, A10 അല്ലേ, നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ A10 എന്നതാണ് വെയിറ്റ്. ഓക്കെ, 10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു വസ്തുവിനെ ഞാൻ സ്പ്രിംഗ് ബാലൻസിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ അത് എത്ര കാണിക്കും, 10 ന്യൂട്ടൺ തന്നെ കാണിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വെള്ളത്തിലോട്ട് ഇമേഴ്സ് ചെയ്യുകയാണ് അല്ലേ, വെള്ളത്തിലോട്ട് മുക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം ഇവിടെ അപ്ലൈ ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സ് കാരണം വെയിറ്റ് കുറയും. അപ്പോൾ ഇവിടെ കാണിക്കുന്ന വെയിറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, 10 ന്യൂട്ടൺ തന്നെ കാണിക്കുമോ, ഇല്ല. കൂടുതൽ കാണിക്കുമോ, ഒരിക്കലും ഇല്ല. 16 കാണിക്കുമോ, ഇല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, 6. കാരണം ഉള്ള വെയിറ്റിനേക്കാളും വെയിറ്റ് കുറയും അല്ലേ. നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് മെഷർ ചെയ്യുന്നതിന് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 4ാമത്തെ ചോദ്യം, ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി കനോട്ട് ഡു എനി വർക്ക് ഇഫ് ദ ഫോഴ്സസ് എക്സ്പീരിയൻസിങ് ബൈ ദ ബോഡി ആർ ഡാഷ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, പക്ഷേ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം വർക്ക് ചെയ്യാൻ പറ്റാത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഫോഴ്സാണ്, അത് ബാലൻസ്ഡ് ഫോഴ്സാണ് അല്ലേ. ഏത് ഫോഴ്സാണ്, ബാലൻസ്ഡ് ഫോഴ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, വർക്ക് ചെയ്യാൻ പറ്റാത്തത്. കാരണം അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 5ാമത്തെ ചോദ്യം, when a body describes uniform circular motion, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിലാവുമ്പോൾ ഡാഷ് ഓഫ് ദ ബോഡി ഈസ് ഓൾവേസ് ചേഞ്ച്. അതിൽ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഒബ്ജക്റ്റ് സെയിം വെലോസിറ്റിയിലല്ല, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം സർക്കുലർ മോഷനിലില്ല. കാരണം എന്താണ്, എപ്പോഴും എന്ത് ചേഞ്ച് ചെയ്യും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലേ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കാരണം സെയിം വെലോസിറ്റിയിൽ പറ്റത്തില്ല. സെയിം സ്പീഡിൽ കറങ്ങാം, പക്ഷേ ഒരിക്കലും സെയിം വെലോസിറ്റി പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് ആരാണ്, അവിടുത്തെ ഡയറക്ഷനാണ്. ഓക്കെ, ഉത്തരം എന്താണ്, ഡയറക്ഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയ. വീണ്ടും ആദ്യത്തെ ടേമിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഫസ്റ്റ് ടേമിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം ടോപ്പിക്കുകളും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ അവിടെ നമുക്ക് 6 to 10 ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഈ ചോദ്യം വേണോ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു പോവാം. കുറച്ച് മീഡിയങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ക്രൗൺ ഗ്ലാസ് 1.52, ഗ്ലിസറിൻ 1.47, സൺഫ്ലവർ ഓയിൽ 1.47, വാട്ടർ 1.33, ഫ്ലിൻറ്റ് ഗ്ലാസ് 1.62. അപ്പോൾ ചോദ്യം, ഇൻ വിച്ച് മീഡിയം ഡസ് ദ ലൈറ്റ് ട്രാവൽ ഫാസ്റ്റ്. ഇതിൽ ഏത് മീഡിയത്തിലാണ് ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ആ മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും, അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും.
അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ വെലോസിറ്റി പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എവിടെയാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ്, അല്ലെങ്കിൽ എവിടെയാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്, അവിടെ ആയിരിക്കും ഏറ്റവും സ്പീഡിൽ പോകുന്നത്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ് വെള്ളത്തിനകത്താണ് അല്ലേ. അപ്പോൾ ഉത്തരം ഏതാണ്? വാട്ടറാണ്. വെള്ളത്തിലാണ് ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത്, കാരണം അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായതുകൊണ്ട്. അടുത്ത്, will a ray of light entering obliquely from sunflower oil to glycerin undergo a deviation? Justify your answer. നമുക്കറിയാം ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുമ്പോൾ അവിടെ എന്ത് നടക്കത്തില്ല? റിഫ്രാക്ഷൻ നടക്കത്തില്ല. കാരണം എന്താണ്? സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് അല്ലേ. ഡെൻസിറ്റി മാറിയാലേ റിഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഡീവിയേഷൻ നടക്കുമോ? ഇല്ല, നോ, ഡീവിയേഷൻ നടക്കത്തില്ല. കാരണം എന്താണ്? ദേ ഹാവ് സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഓക്കെ, അവർക്ക് സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണുള്ളത്, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യത്തില്ല? റിഫ്രാക്ഷൻ നടക്കത്തില്ല. 7. റൈറ്റ് ഡൗൺ 2 എക്സാമ്പിൾസ് ഈച്ച് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. സിമ്പിൾ അല്ലേ. ഇനേർഷ്യ ഓഫ് മോഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞ എന്തൊക്കെയാണ്? നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ വണ്ടിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നു, നമ്മൾ മുമ്പിലോട്ടായിരുന്നു, ഒരു എക്സാമ്പിൾ. അടുത്ത് നമ്മൾ ലോങ് ജമ്പോ ഹൈ ജമ്പോ ചാടാൻ ദൂരെ നിന്ന് ഓടിക്കൊണ്ട് വരുന്നു, അത് രണ്ടാമത്തെ എക്സാമ്പിൾ. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അടുത്ത് ഇനർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ വണ്ടിയിലിരുന്നിട്ട് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ പുറകിലോട്ട് പോകുന്നത്, നമ്മളൊരു മരത്തിനെ കുലുക്കുമ്പോൾ അവിടെ നിന്ന് മാങ്ങയോ അതൊക്കെ വന്ന് വീഴുന്നത്, കാർപ്പറ്റിൽ നമ്മൾ തട്ടുമ്പോൾ പൊടി പറക്കുന്നതൊക്കെ എന്താണ്? ഇനർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. 2 എക്സാമ്പിൾ വെച്ച് ഞാൻ നമ്മുടെ PDF ആൻസറിനകത്തുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇവിടെ എന്ത് ചെയ്യാം? എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം. A force of 400 Newton. A force of 400 Newton is applied in one direction of an object. Another force of 350 Newton is applied on the same object in the same direction. കണ്ടോ? പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ ചെയ്ത ചോദ്യങ്ങളുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെന്ന് തോന്നും. ചോദ്യം ഫുള്ള് വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാൻ പോകാവുള്ളൂ. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 400 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ദിശയിലോട്ട് അപ്ലൈ ചെയ്യുന്നു, മറ്റൊരു ഫോഴ്സായ 350 ന്യൂട്ടണും അതേ ദിശയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നു. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫക്റ്റീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ദിശയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. 400 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു ദിശയിൽ, അതേ ദിശയിൽ തന്നെയാണ് 380 ആക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടിനെയും കൂടി നമുക്ക് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 400 + 350 എത്രയാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്? 750 ആണ് അല്ലേ. എത്രയാണ്? 750 ന്യൂട്ടനാണ് ഇവിടുത്തെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എത്രയാണ്? 750 ന്യൂട്ടൺ. അതായത് 400 + 350. അടുത്ത്, ഈസ് ഇറ്റ് എ ബാലൻസ്ഡ് ഫോഴ്സ് ഓർ അൺബാലൻസ്ഡ് ഫോഴ്സ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നാണ്. ആലോചിച്ച് നോക്കിയേ, ഒബ്ജക്റ്റ് ഇരിക്കുന്നു, അതിൻ്റെ ഒരു ദിശയിൽ തന്നെയാണ് ഈ പറയുന്ന 750 ന്യൂട്ടണും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഫോഴ്സാണ് ഇത്? അൺബാലൻസ്ഡ് ഫോഴ്സാണ്. എന്ത് ഫോഴ്സാണ്? അൺബാലൻസ്ഡ് ഫോഴ്സാണ്. കാരണം ബാലൻസ് ആണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. 9ാമത്തെ ചോദ്യം. പിന്നെ കോക്കനട്ട് ഫ്രം എ കോക്കനട്ട് ട്രീ falls into the loose soil of a field, a pit is formed in the soil. അതായത് ഒരു തേങ്ങ വന്നൊരു മണൽ തിട്ടയിൽ വീഴുമ്പോൾ ഈ പറയുന്ന തേങ്ങയുടെ ആ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ കണ്ടതാണ്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോക്കനട്ട് ഇൻ മോഷൻ ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇതെന്താ നമ്മൾ ഇവിടെ പഠിച്ചപ്പോഴാണ് ഇത് കണ്ടത്? മൊമെൻറ്റം പഠിച്ചപ്പോഴാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഉത്തരം. ഏതാണ്? ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കാരണമാണ് അവിടെ എന്തുണ്ടായത്? ഇങ്ങനത്തെ ഒരു താഴ്ച ഉണ്ടായത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഫീച്ചർ ഡിപ്പെൻഡ്? മൊമെൻറ്റം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം മൊമെൻറ്റം P = m × v ആണ്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? മാസും അതുപോലെ തന്നെ എന്താണ് v എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ മാസും വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാസ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, 10ാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ റീസൺ വൈ എ ഷിപ്പ് വെയിങ് ടൺ ഓഫ് അയൺ ഫ്ലോട്ട് ഇൻ സീ വാട്ടർ ഈവൻ ദോ എ വെരി ലൈറ്റ് അയൺ റോഡ് സിങ് ഇൻ വാട്ടർ. അല്ലേ, ഒരു ഇരുമ്പിൽ ഉണ്ടാക്കിയ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, പക്ഷേ അതിൻ്റെ 4 വെയിറ്റില്ലാത്ത ഒരു ഇരുമ്പിൻ്റെ ഒരു പീസ് എടുത്ത് വെള്ളത്തിട്ട് എന്ത് ചെയ്യും? അത് മുങ്ങിപ്പോവും. എന്തുകൊണ്ടാണ്? പഠിപ്പിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു തന്ന കാര്യമാണ് അല്ലേ. ഷിപ്പിൻ്റെ ഷേപ്പാണ് ഇവിടെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഷിപ്പിൻ്റെ അകം എന്ന് പറയുന്നത് എന്താണ്? ഹോളോ ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഉള്ളത്. സോ ഈ ഹോളോ ഷേപ്പിൽ ഇങ്ങനെ വലുതായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. എന്താണ്? കാരണം നമുക്കറിയാം വോളിയം ഓഫ് ദ ഒബ്ജക്റ്റിനെ ബോയൻ്റ് ഫോഴ്സ് എന്ത് ചെയ്യും? ഡിപ്പെൻഡ്
ചെയ്യും. ഇവിടെ വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് കൂടുതലാണ് ആ പർട്ടിക്കുലർ ഷേപ്പ് ഉള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് പൊങ്ങി കിടക്കുന്നത്. ഓക്കെ, ദ ഷിപ്പ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ഹോളോ ഇൻറ്റീരിയർ, ഹെൻസ് ദ ഷിപ്പ് എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ബോയിൻ്റ് ഫോഴ്സ്. അതാണ് ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത്. അടുത്ത 11 തൊട്ട് 15 വരെ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. 3 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഒരു ഫിഗർ ഉണ്ട്, റിഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഈ ഫിഗറിൻ്റെ പുറകിൽ മാഞ്ഞുപോയി. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എ പാർട്ടാണ് കേട്ടോ. 42 ഡിഗ്രിയിൽ വന്നിരുമ്പോൾ ഈ പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. അത് പ്രിൻറ്റിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കറിയാം 42 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ആണ്. അപ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇങ്ങനെ ആയിരിക്കും ലൈറ്റ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. കാരണം നമുക്കിവിടെ അറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിന് ഈക്വൽ ആകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത് ഇല്ലസ്ട്രേറ്റ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 43 ഡിഗ്രി. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ലൈറ്റ് പോയി തട്ടിയ ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 42-നേക്കാൾ കൂടുതൽ. 43 ആണെങ്കിൽ എന്ത് ചെയ്യും? ലൈറ്റ് അതേ മീഡിയത്തിലോട്ട് തിരിച്ച് പോകുന്നു അല്ലേ. ഇതെന്താ, ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ. നമ്മളിതിനെന്ത് വിളിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. ഇവിടെ വെറുതെ പേര് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല, ഡിഫൈൻ ചെയ്യണം. എന്താ പറയുന്നത്? വെൻ എ വേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം ആൻഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദ റേ വിൽ റിഫ്ലക്ട് ബാക്ക് ടു ദ സെയിം സർഫസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ അല്ലേ. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇഫ് an object is allowed to fall from the top of a tower of 100 meter. ഓക്കെ, അപ്പോൾ 100 മീറ്റർ ഉയരമുള്ള ഒരു ടവർ ഉണ്ട്. എത്ര മീറ്റർ നീളമുള്ള ടവർ ഉണ്ട്? 100 മീറ്റർ നീളമുള്ള ഒരു ടവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ ആണ്. അവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റ് നമ്മൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം അനദർ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ്. ഇതേ സമയം നമ്മൾ താഴെ നിന്ന് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് എറിയുന്നു വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് നമ്മൾ എറിയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം അനദർ ഒബ്ജക്റ്റ് വാസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഓർഡർ ടു കൊളൈഡ് വിത്ത് ദ ഫോളിങ് ഡൗൺ ഒബ്ജക്റ്റ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഇവർ തമ്മിൽ എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്തു. ഇവർ തമ്മിൽ എന്ത് ചെയ്തു? മുട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഇവിടെ ജി എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദം ടു കൊളൈഡ്. ഇവിടെ തട്ടാനെടുത്ത സമയം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നല്ലൊരു റേഞ്ച് ചോദ്യമാണ്, അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഈ ഒബ്ജക്റ്റ് ഞാൻ സപ്പോസ് പറയുകയാണ് ഇത്രയും ദൂരം. ഓക്കെ, എത്ര ദൂരം? ഇത്രയും ദൂരം. ഞാൻ എസ് എന്ന് പറയുകയാണ്. എസ് ദൂരം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? ഇവിടെ നിന്ന് മൊത്തം 100, അതിൽ എസ് ദൂരം ഇവൻ താഴോട്ട് വീണെങ്കിൽ ഇവിടെ ബാക്കി എത്രയായിരിക്കും? 100 - എസ് ദൂരമായിരിക്കും ഇത് മുകളിലോട്ട് സഞ്ചരിച്ചത്. അപ്പോൾ ഈ മുകളിലിരിക്കുന്ന ഒബ്ജക്റ്റ് താഴോട്ട് വന്ന ദൂരം എസ് ആണെങ്കിൽ താഴത്തെ ഒബ്ജക്റ്റ് മുകളിലോട്ട് വന്ന ദൂരം 100 - എസ് എന്ന് നമുക്ക് എടുക്കാം. ശരി, നമ്മൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ കാര്യം എടുക്കാൻ പോകണം. ഡ്രോപ്പ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ കാര്യം. ഫസ്റ്റ് ഒബ്ജക്റ്റ് നമുക്കറിയാം ആ ഒബ്ജക്റ്റിന് ഡ്രോപ്പാണ് ചെയ്തത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എസ് ആണ്. അത് സഞ്ചരിച്ച ടൈം എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതി നോക്കാം. എസ് ഈസ് ഈക്വൽ ടു എന്താണ്? ut പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. അവിടെ യു എന്ന് പറയുന്ന 0 ആയതുകൊണ്ട് തന്നെ ഇത്രയും ടേം 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 × 10 × t² എന്ന് കിട്ടും. ഓക്കെ, എസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എസ് ഈസ് ഈക്വൽ ടു 1/2 10 പറ്റിയ 5t² എന്ന് കിട്ടും. സോ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. എസ് ഈസ് ഈക്വൽ ടു 5t². അതേപോലെ നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ എടുത്തു. ആരെടുത്തു? രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ എടുത്തു. രണ്ടാമത്തെ ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഉണ്ട്. എത്രയാണ്? അത് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 100 - എസ് ആണ്. ഇനി അതിൻ്റെ സമയം എന്ന് പറയുന്നത് സഞ്ചരിച്ച സമയം എന്ന് പറയുന്നത് ടി തന്നെയാണ്.
വേറെ ഒന്നും നമുക്ക് അറിയില്ല. അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം മുകളിലോട്ടല്ലേ പോയത്. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കും? ആ ജി നെഗറ്റീവായിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 - s ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? യു എത്ര? 25 × t പ്ലസ് എന്താണ്? ½ ഇൻറ്റു എ എത്രയാണ്? -10 × t സ്ക്വയർ എന്ന് വരും. ആണല്ലോ. സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. 100 - s ഈസ് ഈക്വൽ ടു 25t - 5t സ്ക്വയർ എന്ന് വരും. കാരണം ഈ 2ഉം 10ഉം കൂടെ വെട്ടുമ്പോൾ 5 ആവും. -5t സ്ക്വയർ എന്ന് വരും. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷനിൽ s ഈസ് ഈക്വൽ ടു 5t സ്ക്വയർ, രണ്ടാമത്തേൽ 100 - s ഈസ് ഈക്വൽ ടു 25 - 5t സ്ക്വയർ. ഞാൻ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ കൂട്ടാൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒന്നിനും രണ്ടിനെയും കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? s ഈസ് ഈക്വൽ ടു 5t സ്ക്വയർ. രണ്ടാമത്തെ എന്താണ്? 100 - s ഈസ് ഈക്വൽ ടു 25t - 5t സ്ക്വയർ. രണ്ട് നമ്മൾ കൂട്ടാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ നോക്കി എസ് കൂട്ട് നോക്കി എന്ത് കിട്ടും? s പ്ലസ് 100 - s ഈസ് ഈക്വൽ ടു 5t സ്ക്വയർ പ്ലസ് 25t - 5t സ്ക്വയർ എന്ന് വരും. എസ് മൈനസ് എസ് വെട്ടിപ്പോയാൽ പിന്നെ എന്ത് കിട്ടും? 100 ഈസ് ഈക്വൽ ടു 5t സ്ക്വയറും -5t സ്ക്വയറും വെട്ടിപ്പോയാൽ എന്ത് കിട്ടും? 25t എന്ന് കിട്ടും. അതിൽ നിന്നും t എന്ന് വെച്ചാൽ എന്തായിരിക്കും? 100/25 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡ് സമയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റ് മുകളിൽ നിന്നും താഴേക്ക് എത്തിയത്. ഓക്കെ, കുറച്ച് പാടുള്ള ചോദ്യമാണ്, അത്ര എളുപ്പമല്ല. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ചോദ്യം മുമ്പ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ലെറ്റ് അസസ് എന്ന ഭാഗത്തുണ്ടായിരുന്നു, നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചൊരു കുട്ടിക്ക് ഇതുകൂടി കാണുമ്പോൾ മനസ്സിലാവും. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് പോയി കാണണം. ഓക്കെ, അത് സിമ്പിളാണ്, പക്ഷേ കുറച്ച് മാത്സ് അറിയാമെന്നുള്ളൊരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് അറ്റ് വിച്ച് ദേ കൊളൈഡ്. അതായത് ഈ ദൂരം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും ദൂരം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? താഴെ നിന്ന് എത്ര ദൂരം ആയപ്പോഴത് കൊളൈഡ് ചെയ്തതെന്നാണ്. കണ്ടുപിടിക്കുക എളുപ്പമാണ്. എന്താണ് നമുക്കറിയാം? എന്താണ് എസ് എന്ന് വെച്ചാൽ എത്ര? ഇവിടെ നമുക്കിവിടെ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായി കിടക്കുകയാണേ. ഞാൻ എന്ത് ചെയ്യാണ്? അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്കറിയാം s ഈസ് ഈക്വൽ ടു 5t സ്ക്വയർ. നമുക്ക് t 4 കിട്ടിയെങ്കിൽ s ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 × 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 5 × 16 എത്രയെന്ന് കിട്ടും? 80 മീറ്റർ എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 80 മീറ്റർ ആണോ? അല്ല, നമ്മളത് ചോദിച്ചിരിക്കുന്നത് 100 - s ആണ്. അപ്പോൾ എന്താണ്? 100 - s എത്ര? 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ. അതായത് തറയിൽ നിന്നും 20 മീറ്റർ ഉയരത്തിലാണ് ആര് നിൽക്കുന്നത്? ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? സിമ്പിൾ ചോദ്യമല്ലേ ഇത്? അതെ, അത് തികച്ചും സിമ്പിൾ ചോദ്യം അല്ല, പാടുള്ള ചോദ്യമാണ്. ചെയ്യാൻ കുറച്ച് പാടുണ്ട്. എങ്കിലും 1-2 തവണ ഇപ്പോൾ ചെയ്ത രീതി ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, തൽക്കാലം ഞാനിപ്പോൾ ഇതൊന്ന് മായ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഉത്തരം 4 സെക്കൻഡ്, രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ ആണ്. എത്രയാണ്? 20 മീറ്റർ ഉയരത്തിലാണ് എന്ത് ചെയ്തത്? ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയൊന്ന് മായ്ക്കുകയാണ്. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇത് കാണുന്ന കുട്ടിയൊക്കെ ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന്. അല്ല, ഇത് ആരും ഇത് പഠിച്ചുകൊണ്ട് വരുന്നതല്ല. നമ്മൾ ഈ ടൈപ്പ് നമ്മൾ മാത്സിലായാലും നമ്മൾ ഫിസിക്സിലായാലും നമ്മൾ എത്ര ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമോ അത്രത്തോളം നമ്മളതുമായിട്ട് ഫെമിലിയർ ആവും. അപ്പോൾ നമ്മുടെ ചിന്ത എന്ത് ചെയ്യും? ആ ഒരു രീതിയിൽ പോകും. അല്ല, ഇതൊരു ഇക്വേഷൻ എടുക്കണമെന്നും ഇക്വേഷൻ തമ്മിൽ കൂട്ടണമെന്നും ഒക്കെ ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് കിട്ടുകയൊന്നുമില്ല. നമ്മളാരും അത്ര ജീനിയസ് ഒന്നും അല്ലല്ലോ. പ്രാക്ടീസ്, പലതരം ചോദ്യങ്ങൾ ചെയ്യുക, പലതരം ചോദ്യങ്ങൾ കാണുക. അപ്പോൾ അത് ചെയ്തും കണ്ട് പഠിക്കും. നമുക്കറിയാം അതങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇത് നമുക്കിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന ഐഡിയയിലാണ് അത് ചെയ്യുന്നത്. അത് കണ്ട് പേടിക്കുകയൊന്നും ചെയ്യരുത്. 13ാമത്തെ ചോദ്യം, എ സ്റ്റോൺ ഈസ് ഫോളിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ടച്ചസ് ദ ഫ്ലോർ ഇൻ 4 seconds. g ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. തൊട്ട് മുമ്പത്തെ ചോദ്യം ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര ചോദ്യം എന്ന് പറയാനേ പറ്റുള്ളൂ അല്ലേ? ഇവിടെ പറയുകയാണ്, ഒരു സ്റ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വരുന്നുണ്ട്. അത് താഴെ എത്താനിടത്ത് സമയം എന്ന് പറയുന്നത് 4 സെക്കൻഡാണ്. അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം
ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നെ ആയിരിക്കും? നമുക്ക് 0 എന്ന് തന്നെ എടുക്കണം. കാരണം എന്താണ്, ഫോളിങ് എന്നല്ലെങ്കിൽ ഡ്രോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ടില്ല, 0 ആണ്. അപ്പോൾ നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ തൊട്ട് മുമ്പ് ഉപയോഗിച്ച ഇക്വേഷൻ ut പ്ലസ് ഹാഫ്, ഇവിടെ ആക്സലേഷൻ ആയതുകൊണ്ട് GT² എന്ന് ഞാൻ എഴുതി. u 0 ആണ്, അപ്പോൾ എന്താ ഉള്ളത്, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ. സോ നമുക്ക് എസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഇൻറ്റു 5 എത്ര കിട്ടും നമുക്ക് 80 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 80 മീറ്ററാണ് നമ്മുടെ ഉയരം എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എത്രയാണത്? 80 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ. Calculate the quantity of work to be done against the earth gravity to raise an object of mass 5 kg to a height of 3 meter and g is equal to 10 meter per second square. സിമ്പിളാണ്. ചോദിച്ചിട്ടുള്ള എന്താണ്? വർക്ക് ഡൺ. നമ്മുടെ വർക്ക് എനർജി പവർ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ വർക്ക് എനർജി പവർ ചാപ്റ്റർ നമുക്കറിയാം. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? W is equal to mgh ആണ് അല്ലേ? നമുക്കറിയാം നോർമൽ വർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലാൻസ് വെച്ച് MA ആണ്. അത് ഭൂമിക്കെതിരായി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? mg എന്ന് വിളിക്കുന്നു. ആ mg ഇവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? mgh എന്ന് കിട്ടുന്നത്. സോ വർക്ക് ഈസ് ഈക്വൽ ടു m എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 5 കിലോഗ്രാം ആണ്. g എന്ന് പറയുന്നത് 10 നമുക്ക് എടുക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ഇൻറ്റു 10 ഇൻറ്റു 3, 5 ഇൻറ്റു 10 50, 50 ഇൻറ്റു 3 180 ജൂളാണ് എന്ത് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള അതേ എക്സാമ്പിൾ അല്ലേ? വാട്ടർ ഗ്ലിസറിൻ, അതിൽ 100 ഗ്രാം മുക്കുന്നു തന്നിട്ടുണ്ട്. വെൻ ദ സ്ലോട്ടഡ് വെയിറ്റ് ആർ ലോവേർഡ് ഇൻ ടു ദ ലിക്വിഡ്, ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഫെൽറ്റ് മോർ. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് തോന്നുന്നത് എവിടെയാണെന്നാണ്. എവിടെ? ലിക്വിഡിനകത്ത്. നമുക്കറിയാം ഈ 100 ഗ്രാമുള്ള സാധനത്തിന് നമ്മൾ ഈ ലിക്വിഡിനകത്ത് മുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഫെൽറ്റ് മോർ. അങ്ങനെയാണെങ്കിൽ ഏത് ലിക്വിഡിൽ മുക്കുമ്പോഴാണ് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിലേത് ലിക്വിഡാണ് ഏറ്റവും കുറവ് ബോയിൻ്റ് ഫോഴ്സ് കൊടുക്കുന്നത് എന്നതാണ് ചോദ്യം. നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം. ഉപ്പുവെള്ളം, വെള്ളം, ഗ്ലിസറിൻ, അതിൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് വെള്ളത്തിന്, രണ്ടാമത് ഉപ്പുവെള്ളത്തിന്, മൂന്നാമത് ഗ്ലിസറിനാണ്. അപ്പോൾ ഡെൻസിറ്റി ആർക്കാണോ കുറവ് അവരാണ് കുറച്ച് ബോയിൻ്റ് ഫോഴ്സ് കൊടുക്കുന്നത്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. വാട്ടറിൽ മുക്കുമ്പോഴാണ് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. അതായത് വാട്ടറിലാണ് ബോയിൻ്റ് ഫോഴ്സ് ഏറ്റവും കുറവ്. അപ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് കുറവാകുമ്പോൾ അവിടെ നല്ല വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യും. അടുത്ത ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ദ വെയിറ്റ് ഫെൽറ്റ് ലീസ്റ്റ്. എവിടെയായിരിക്കും? ഗ്ലിസറിനിലാണ്. കാരണം ഗ്ലിസറിൻ്റെ ബോയിൻ്റ് ഫോഴ്സ് കൂടുതലാണ് അല്ലേ? 100 ഗ്രാം ഉള്ളതിന് ഞാൻ എന്ത് ചെയ്യാണ്? ഗ്ലിസറിനകത്താണ് മുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കാണിക്കുന്നത് 50 ഗ്രാം ആയിരിക്കും. വെള്ളത്തിനകത്താണ് മുക്കുന്നതെങ്കിൽ കാണിക്കുന്നത് എത്രയായിരിക്കും? 70 80 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഏതാണ് വെയിറ്റ് ഏറ്റവും കൂടുതൽ കാണിച്ചത്? വെള്ളത്തിൽ. വെയിറ്റ് ഏറ്റവും കുറവ് കാണിച്ചത് ഗ്ലിസറിനിൽ. റൈറ്റ് ഡൗൺ ദ റീസൺ ഫോർ ദ എക്സ്പീരിയൻസിങ് ഡിഫറൻറ്റ് വെയിറ്റ് ഇൻ ലിക്വിഡ്. എന്തുകൊണ്ടാണ്? ബോയിൻ്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. മോർ ദ ഡെൻസിറ്റി മോർ വിൽ ബി ദ ബോയിൻ്റ് ഫോഴ്സ് ആൻഡ് ലെസ് വിൽ ബി ദ വെയിറ്റ്. ഉത്തരം ഞാൻ PDF കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാത്തത്. അറിയാമല്ലോ കാര്യം. ശരി, ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റത്തിന് മുമ്പത്തെ ചോദ്യമാണ്. അല്ല, ഇനിയും ഉണ്ടല്ലേ? 18, 19, 20 ചോദ്യമുണ്ട്. ശരി, അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. ഓക്കെ, ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരാൾ ലോഡും വെച്ചുകൊണ്ട് ഏണി കയറുന്നു, ഒരാൾ റോക്കിനെ തള്ളുന്നു, ഒരാൾ ഒരു ട്രോളി പുഷ് ചെയ്തുകൊണ്ട് പോകുന്നു, ഒരാൾ തലയിൽ വെയിറ്റും വെച്ച് സ്റ്റാൻഡ് ചെയ്യുന്നു, അനങ്ങാതെ നിൽക്കുന്നു. വാട്ട് ആർ ദ ഒക്കേഷൻസ് ഇൻ വിച്ച് വർക്ക് ഈസ് ഡൺ. ഇതിലെവിടേക്കാണ് വർക്ക് തന്നത്? നമുക്കറിയാം വർക്ക് നടക്കണമെങ്കിൽ ഫോഴ്സും കൊടുക്കണം, അതിനോടൊപ്പം തന്നെ എന്തുണ്ടാവണം? ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവണം. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള 2 കേസ് എന്ന് വെച്ചാൽ ലോറി ക്ലെയിം ചെയ്യുമ്പോഴും മാൻ പുഷ് ചെയ്യുമ്പോഴാണ്. ബാക്കി രണ്ടിടത്തും എന്താണ്? അവർ അനങ്ങുന്നില്ല. അപ്പോൾ എയും സിയും ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എയും സിയും. അടുത്ത വിച്ച് ആർ ദ ഒക്കേഷൻസ് ഇൻ വിച്ച് ദ വർക്ക് ഹാസ് നോട്ട് ബീൻ ഡൺ. ഏതൊക്കെയാണ്? ബിയും ഡിയും. കാരണം എന്താണ്? ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? തലയിൽ ലോഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലെങ്കിൽ ഫിസിക്സ് അനുസരിച്ച് അവിടെ എന്ത് നടക്കുന്നില്ല? വർക്ക് നടക്കുന്നില്ല എന്നാണ്. അതുപോലെ കല്ലിനെ പുഷ് ചെയ്യുമ്പോഴും കല്ല് മൂവ് ചെയ്യുന്നില്ല, അവിടെ എന്ത് നടക്കുന്നില്ല? വർക്ക് നടക്കുന്നില്ല. ഈ നോക്കിയേ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വർക്ക്. ഏതൊക്കെയാണ്? ഫോഴ്സ് ആൻഡ്
ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സുമാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഫോഴ്സ് ഉണ്ടെങ്കിലേ വർക്കുള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലേ വർക്കുള്ളൂ, രണ്ടും ഉണ്ടെങ്കിലേ വർക്കുള്ളൂ. ഹൗ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ കാൽക്കുലേറ്റഡ്? വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, യൂണിറ്റ് ജൂൾ. അത് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. 17ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? എന്താ റിലേറ്റീവ് ഡെൻസിറ്റി? The ratio of density of a substance to the density of water is called relative density. Which instrument is used to measure the relative density? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട്? ഹൈഡ്രോമീറ്റർ. ഓൺ വിച്ച് പ്രിൻസിപ്പിൾ ഡസ് ദ ഹൈഡ്രോമീറ്റർ വർക്ക്? എവിടെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലേ? നമുക്കറിയാം ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി? ഇതിൽ ഏതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഏക മാർഗ്ഗം എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഇല്ലാത്ത ഏക ടേം എന്ന് പറയുന്നത് 0.810 ആണ്. ബാക്കി എല്ലാത്തിനും യൂണിറ്റ് ഉണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ എ ആണ്, 0.810 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ചോദ്യമാണ്. പറയുന്നത് എന്താണ്? എ ഹോക്കി ബോൾ വിത്ത് എ മാസ് ഓഫ് 200 gram hit a hockey stick at a speed of 20 m/s and goes back along the same path at the same speed. വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെൻ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ കണ്ടുപിടിക്കാനുള്ള എന്തുവാണ്? ചേഞ്ച് ഇൻ മൊമെൻ്റം ആണ്. നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെൻ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അത് MV - MU എന്നാണ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 200 gram ആണ്. നമുക്കറിയാം 200 gram എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണത്? അത് 200/100 അഥവാ 0.2 കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ എത്രയൊക്കെ എടുക്കാം? 2/100 കിലോഗ്രാം എന്ന് വേണമെങ്കിലും എഴുതാം. ശരി, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 m/s ആണ്. അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? 20 m/s ഒരു ബോൾ വരുന്നു, അത് ഹോക്കി സ്റ്റിക്കിനെ ഇടിക്കുന്നു. ആ ഹോക്കി സ്റ്റിക്കിന് അടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ആ ബോൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് സെയിം 20 m/s തിരിച്ചു പോകുന്നത് അതേ വെലോസിറ്റി എന്ന് പറയല്ലേ? എത്രയാണ്? വിത്ത് സെയിം സ്പീഡ്. അപ്പോൾ എത്രയാണ് അത്? അതും 20 തന്നെയാണ്. പക്ഷേ ഒന്നാമത്തിന് ഞാൻ പ്ലസ് ആയിട്ട് എടുത്താൽ രണ്ടാമത്തിന് എന്തായിട്ട് എടുക്കണം? മൈനസ് ആയിട്ട് എടുക്കണം. കാരണം വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ U 20 ആയിട്ട് എടുത്താൽ V എത്രയായിട്ട് എടുക്കണം? നമ്മൾ -20 m/s ആയിട്ട് എടുക്കണം. ഓക്കെ ആണോ? അങ്ങനെ ചേഞ്ച് മൊമെൻ്റ് എത്രയായിരിക്കും? നമുക്ക് എത്രയായിരിക്കും ചേഞ്ച് മൊമെൻ്റ് എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും? M എത്ര? 0.2 ഇൻറ്റു എന്താണ്? 20 അല്ലേ? MB -0.2 ഇൻറ്റു 20. അപ്പോൾ നമുക്കറിയാം 20ൻ്റെ 0.2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4 അല്ലേ? 4 മൈനസ് ഇവിടെ ഉത്തരത്തിനകത്തുള്ള മൈനസ് ഉണ്ടല്ലോ, -4. അതായത് 4 മൈനസ് പ്ലസ് എത്ര? 8 kg/m/s ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻ്റം കിട്ടിയല്ലേ? ഫസ്റ്റ് പാർട്ടായിട്ട് ചേഞ്ച് ഇൻ മൊമെൻ്റം കിട്ടി. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഹോക്കി സ്റ്റിക്ക്? 0.2 seconds ആണ് ഇവിടെ കോണ്ടാക്റ്റ് എങ്കിൽ ഫോഴ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം F ഈസ് ഈക്വൽ ടു എന്താണ്? MA എഴുതരുത്, M × V - U/T എന്നൊരു ഫോർമുലയും കൂടെ ഉണ്ട്. സോ F ഈസ് ഈക്വൽ ടു M × V - U/T നമുക്ക് കിട്ടി 8 എത്രയാണ്? 0.2 എത്രയാണ്? 40 ന്യൂട്ടനാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ട ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൊമെൻ്റം പഠിച്ച സമയത്ത് നമ്മൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. 19ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. 19ാമത്തെ ചോദ്യം പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്? ഇനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മാസ് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസ് എഴുതുക. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് മാസ് എന്ന് പറയുന്നത്, എന്നാൽ ഭൂമി കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത്, വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദീസ്? മാസ് മെഷർ ചെയ്യുന്നത് കോമൺ ബാലൻസും വെയിറ്റ് മെഷർ ചെയ്യുന്നത് സ്പ്രിംഗ് ബാലൻസും അറിയാമല്ലോ. An object is brought to the moon. Will its mass and weight be different? സിമ്പിൾ ആണല്ലേ? മാസിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല, പക്ഷെ വെയിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. വെയിറ്റ് കുറയും ചന്ദ്രനിലെത്തുന്ന സമയത്ത്. അടുത്ത്, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഒബ്സർവിംഗ് ദ പിക്ചർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? റൈറ്റ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്.
അപ്പോൾ ആദ്യം നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ടേബിൾ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ടേബിൾ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ് ഈസ് പി ഡി. അതായത് പി ഡി കണ്ടോ, ഇതാണ് കൊച്ചു കൊടുത്ത ഫോഴ്സ്. അപ്പോൾ കുട്ടി ഇങ്ങോട്ടാണ് ഒബ്ജക്റ്റിനെ വലിക്കുന്നത്. അങ്ങനെയാണ് ഗ്രാവിറ്റി എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ്. എന്ന് പറഞ്ഞാൽ പി സി എഴുതരുത്, കാരണം മുകളിൽ നിന്ന് താഴോട്ടുള്ള ഫോഴ്സ് ഏതാണ്? പി എ ആണ്. ഏതാണ്? പി എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, പി എ ആണ് ഗ്രാവിറ്റി കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷൻ കൊടുക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണത്? ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ ഏതാണ്? പി ബി ആണെന്ത്? നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഓൺ ദ ഒബ്ജക്റ്റ്. ടേബിൾ കൊടുക്കുന്ന ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സ്. അതേതാണ്? അതാണ് ഈ മുകളിലോട്ടുള്ള ഫോഴ്സ് അല്ലേ, പി സി. പി സി ആണ് എന്ത്? റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി വലിച്ച ഫോഴ്സ് പി ഡി, ഗ്രാവിറ്റി കൊടുത്ത ഫോഴ്സ് എന്ന് വെച്ചാൽ പി എ, ഫ്രിക്ഷൻ കൊടുത്ത ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബി, ടേബിൾ കൊടുത്ത റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി. ഇതിൽ നെഗറ്റീവ് ഏതാണ്? ഫ്രിക്ഷൻ കൊടുക്കുന്നതാണ്. പി ബി ആണ് എന്ത്? ഇവിടുത്തെ ഏക നെഗറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഈ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതും വിത്ത് ആൻസർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു സൈറ്റിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.